ഗഭീരേ കാസാരേ വിശതി വിജനേ ഘോരവിപിനേ വിശാലേ ശൈലേ ച ഭ്രമതി കുസുമാർത്ഥം ജഡമതി സമർപ്യേകം ചേതസരസിജം ഉമാനാഥഭവതേ സുഖേനാവസ്ഥാതും ജന ഇഹ ന ജാനാതി കിമഹോ. നമസ്കാരം. സന്ധ്യാവന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിലെ 9ാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. ആചാര്യൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈശ്വര ഭജനം എന്നുള്ള കാര്യം, അതിൻ്റെ പേരിൽ ലക്ഷ്യത്തെ മറന്ന് മാർഗത്തിൽ മാത്രം കടന്ന് തിരിയുക, ആ മാർഗത്തിന് പരമപ്രാധാന്യം കൊടുത്ത് അത് ലക്ഷ്യത്തിലെത്താൻ പോലും ചിലപ്പോൾ തടസ്സമാകുന്ന വിരോധാഭാസ പ്രതിഭാസത്തെ കാണിച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഗഭീരേ കാസാരേ, പ്രത്യേകമായി പുഷ്പങ്ങളൊക്കെ വേണ്ടി വരുന്ന ലക്ഷാർച്ചനയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആവാം, അല്ലെങ്കിൽ സാധാരണ പൂജയ്ക്ക് തന്നെ ആവാം. വളരെ ആഴമുള്ള തടാകം, അതാണ് ഈ കാസാരം. അതിലൊരു വലിയ കാതൻ ചെമ്പ് ഒക്കെ വെള്ളത്തിൽ വെച്ച് അതിലിരുന്ന് താമരപ്പൂ പൊട്ടിക്കണം. എന്താ ഇത്ര താമരപ്പൂ വേണം അർച്ചനയ്ക്ക്? അങ്ങനെ വിശതി വിജനെ ഘോരവിപിനെ, ജനസമ്പാദമില്ലാത്തതായ അപകടസാധ്യതകൾ നിറഞ്ഞ കാട്ടു പോയിട്ടാവും ചിലപ്പോൾ പൂക്കൾ പറിച്ചെടുക്കുക. ചിലപ്പോഴോ വിശാലേ ശൈലേ, പർവ്വതത്തിൻ്റെ മുകളിൽ മാത്രം നിൽക്കുന്ന പൂക്കളെയും പറിച്ചു എന്ന് വരാം. ഇവിടെ പറയാണ്, ഭ്രമതി കുസുമാർത്ഥം ജഡമതി, അറിവില്ലായ്മ നിമിത്തം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് പുഷ്പങ്ങൾ ചിലർ സമാഹരിക്കുന്നു. പക്ഷെ ഒന്നും ഇവർ മനസ്സിലാക്കണില്ല. സമർപ്യേകം ചേതസരസിജം ഉമാനാഥഭവതേ, ഏ ഉമാനാഥ പരമേശ്വര, ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ നല്ലൊരു പുഷ്പം എന്ന് പറയുകയാണ്. എവിടേക്കും പോകണ്ട. അതേതാണ്? ചേതസരസിജം, മനസ്സാകുന്ന താമരപ്പൂവില്ലേ, ഭഗവാന്റെ പാദപത്മത്തിൽ അങ്ങോട്ട് സമർപ്പിച്ച് സുഖേന അവസ്ഥാതും, സുഖമായിട്ടിരുന്നൂടെ ഇവർക്ക്, ഇത്രയൊക്കെ റിസ്ക് എടുക്കുക എന്ന് പറയുള്ളൂ. എടുത്തിട്ട് ഈ പൂവൊക്കെ പൊട്ടിച്ച് എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാഹ്യാചാരങ്ങൾ അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ ചുറ്റിത്തിരിഞ്ഞ് ലക്ഷ്യത്തിൽ പോലും എത്താതെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പതിവുകൾ, വേറൊന്ന് എന്നൊക്കെ പറഞ്ഞ് ചിലർ വിവാദത്തിൽ ഏർപ്പെടും. സ്ത്രീകളെ ശബരിമലയിൽ കയറണം എന്ന് ചിലർ, കയറണ്ട എന്ന് ചിലർ. ഈ ആചാരം സംരക്ഷിക്കലൊന്നും അല്ല അവരുടെ ലക്ഷ്യം. ഈ ബഹളം ഉണ്ടാക്കിയിട്ട് ചില നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാക്കണം, അതാണ് ശരിക്കും നേട്ടം. ഭക്തനെ സംബന്ധിച്ച് എന്താ അറിയും ശരിക്കും വേണ്ടത്? അല്ല, എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണ്, കുറേ ആൾക്കാരുടെ അഭിപ്രായമാണത്. നമ്മൾ പോയിട്ട് തൊഴുക, അവിടെ നാളെ മുതൽക്ക് സ്ത്രീകൾക്ക് കയറാമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ, കയറണ്ട ഇപ്പോഴത്തെ പോലെ പോവുകയാണോ ആയിക്കോട്ടെ, ഇതൊന്നും ഭക്തൻ്റെ ബാധ്യതയിൽപ്പെട്ടതല്ല. നമ്മുടെ ബാധ്യത അയ്യപ്പനെ വിചാരിക്കുക. അയ്യപ്പൻ എന്ത് വിചാരിച്ചു അതേ നടക്കുമോ? അത് സംശയമൊന്നുമില്ല. അയ്യപ്പൻ കയറണം എന്ന് വിചാരിച്ചു, സ്ത്രീകളെ കയറാതിരിക്കുമോ? വേണ്ടാന്ന് വിചാരിച്ചു, കയറൂല. ഇനി ആരും തലകുത്തി മറിഞ്ഞിട്ട് ഇങ്ങനെ. ഇപ്പം അയ്യപ്പന് വിട്ടുകൊടുക്കുക അല്ലേ? ഷർട്ട് ഇട്ട് അകത്ത് കിടക്കണം, ഷർട്ട് ഇട്ട് കിടക്കാൻ പാടില്ല. എന്തിപ്പോൾ ഈ ഷർട്ട് ഇട്ടിട്ട് തന്നെ കിടന്നോളം നിർബന്ധം? കിടക്കണ്ടെന്നാണ് ഇപ്പോഴത്തെ അതനുസരിക്കുക. അഥവാ നാളെ മുതൽക്ക് കിടക്കാം, ഷർട്ട് ഇട്ടിട്ട് പ്രവേശിക്കാമെന്നായി വിചാരിക്കുക. ഷർട്ട് ഇടണ്ടാത്തവർക്ക് അപ്പോഴും ഷർട്ട് ഇടാതിരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഇല്ലേ? ഷർട്ട് ഇട്ടേ കയറാവൂ നിയമമൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അല്ല, ഷർട്ട് ഇടുകയാണെങ്കിലോ ഇട്ടിട്ട് കയറാൻ നിയമം അങ്ങനെ ആയാൽ. അല്ലാണ്ട് അതിനു വേണ്ടി നമ്മൾ ഒരു സമരമോ അല്ലെങ്കിൽ ഒരു കലാപത്തിനോ ആഹ്വാനം ചെയ്യുക, അത് ആവശ്യമില്ല എന്ന് പറയുകയാണ്. എതിർക്കാനും പോണ്ട, അനുകൂലിക്കാനും പോണ്ട. ഇതൊന്നും ഭക്തൻ്റെ ബാധ്യതയിൽപ്പെട്ട കാര്യങ്ങളല്ല എന്ന് വിചാരിച്ച് ഉപേക്ഷാമനോഭാവത്തോടുകൂടി വാദവാദാം ത്യജേത് എന്നുണ്ട്. ഭക്തന്മാരെയും സജ്ജനരെ സംബന്ധിച്ച് വാദങ്ങളിൽ ഏർപ്പെട്ട് മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കരുത്. അത് തന്നെയാണ് പൂന്താനം പറഞ്ഞ, വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്നു നടിക്കുന്നു ചില. അറിയേണ്ടതറിയാന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഈശ്വരനെ അറിയണം എന്നർത്ഥം. എന്നിട്ട് മതി ബാഹ്യങ്ങളുടെ പിന്നാലെ പോക്ക്. അതുപോലെ തന്നെ കസ്തൂരിമാൻ തൻ്റെ നാഭിയിൽ നിന്ന് വരുന്ന സുഗന്ധം, അതിൻ്റെ നാഭിയിൽ തന്നെയാണ് കസ്തൂരി, അതറിയാതെ അതെവിടെയാണ് എന്നറിയാൻ എല്ലാ ദിക്കിലും സഞ്ചരിച്ച് അതിൻ്റെ ഗന്ധം അന്വേഷിക്കാറുണ്ടത്രേ. ഇതുപോലെയാണ്
പുറത്തുകൂടെ മാത്രമുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ഈശ്വരനെ അന്വേഷിക്കുകയാണെങ്കിൽ എന്ന് പറയുകയാണ്. അപ്പം ഏതായാലും ആ ഭക്തി യഥാർത്ഥമായിട്ട് തീരുമ്പോൾ ബാഹ്യങ്ങൾക്ക് പ്രാധാന്യം കുറയും, അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കുറയും, ആചാരങ്ങൾക്ക് പ്രാധാന്യം കുറയും. പക്ഷേ നിഷ്ഠയ്ക്ക് മാത്രം പ്രാധാന്യം കുറയില്ല. ഏതാ നിഷ്ഠ? ഈശ്വരനിൽ ഉറച്ച മനസ്സ് എന്നതാണ് നിഷ്ഠ. ഗഭീരേ കാസാരേ വിശതി വിജനേ ഘോരവിപിനേ വിശാലേ ശൈലേ ച ഭ്രമതി കുസുമാർത്ഥം ജഡമതി സമർപ്പേകം ചേതസരഥിജം ഉമാനാഥഭവതേ സുഖേനാവസ്ഥാതും ജന ഇഹന ജാനാതി കിമഹോ. നല്ലൊരു സന്ധ്യ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.